നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സഞ്ജയ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എന്റെ അടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞല്ലോ. ഇതിൽ കൂടുതൽ സഞ്ജയുടെ നിരപരാധിത്വം തെളിയിക്കാൻ എന്താ വേണ്ടത്? ഇനി ഞാൻ മാത്രം തർക്കിച്ചു നിന്നിട്ട് എന്താ കാര്യം? പക്ഷെ സഞ്ജയുമായിട്ടുള്ള കല്യാണം സാർ എന്ന് പറഞ്ഞതുപോലെ ഗോപാൽജി വെറുതെ ആരെയും സഹായിക്കില്ല. എന്റെ കുടുംബത്തിനുണ്ടാവുന്ന ലാഭത്തിനു വേണ്ടി ഞാൻ ചില നഷ്ടങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ. പക്ഷേ നിനക്ക് സഞ്ജയന് ഇഷ്ടമാണോ മോളെ? എന്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിക്കാൻ എനിക്ക് പറ്റില്ല സർ. എനിക്ക് എന്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചേ പറ്റൂ. മോളെ, എനിക്ക് ആ ഹരിതയുടെ നമ്പർ ഒന്ന് തരണം. ഞാൻ സാറിന് മെസ്സേജ് ചെയ്യാം. സാർ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? സഞ്ജയ് നല്ല പയ്യനാ. നാട്ടുകാര് വെറുതെ അസൂയ കൊണ്ട് ഓരോ നുണക്കഥകൾ അടിച്ചിറക്കിയതാ. മഞ്ജു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചില്ലേ സാർ? ഈ കല്യാണത്തോടെ മഞ്ജുവിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്ന എനിക്ക് തോന്നുന്നത്. എടോ, മാധവനുണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. സഞ്ജയൻ അയാൾക്ക് അത്രമാത്രം ദേഷ്യമായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ സാറേ? ഹരിത നേരിട്ട് വന്ന എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ സംശയിക്കാൻ എന്താ ഉള്ളേ? സാറ് വെറുതെ ഓരോന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ മനസ്സ് മാറ്റാൻ നിൽക്കണ്ട. അവള് സഞ്ജയനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ. നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ. സത്യം.